ഇന്ന് ദൈവം എനിക്ക് ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ 15 വർഷം മുമ്പ് എൻ്റെ മകളുടെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഈ ഇടത് കാല് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോയി. എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ കിടക്കത്തില്ല, ബെഡ് റെസ്റ്റ് ആണ്, പക്ഷെ ഞാൻ കിടക്കത്തില്ല. കാര്യം കിടന്നു കഴിഞ്ഞാൽ എന്നെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. ഹസ്ബൻഡ് ശുശ്രൂഷയ്ക്ക് പകൽ പോകും. അപ്പം ഞാൻ പറയുമായിരുന്നു, രാത്രി 7 മണി കഴിഞ്ഞാൽ പോകരുത്, വീട്ടിൽ വരണം, കാരണം എനിക്കൊന്ന് കിടക്കാൻ വേണ്ടി. കിടന്നാൽ ഒന്ന് തിരിയണമെങ്കിലും ഒരാളുടെ സപ്പോർട്ട് വേണം, എണീക്കണമെങ്കിലും ഒരാളുടെ സപ്പോർട്ട് വേണം, ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിലും ഒരാളുടെ സപ്പോർട്ട് വേണം. അതായിരുന്നു എൻ്റെ അവസ്ഥ. ഡെലിവറി കോംപ്ലിക്കേഷൻ ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് അത് ഡിസ്കിൽ എനിക്ക് സാധാരണ എല്ലാവർക്കും 1 ഇഞ്ചക്ഷൻ എടുക്കും, അല്ലെങ്കിൽ 2 ഇഞ്ചക്ഷൻ എടുക്കും. എനിക്ക് മയങ്ങാത്തത് കാരണം എൻ്റെ നട്ടൽ മൊത്തം കുത്തിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഡിസ്കിന് പ്രശ്നമായി, ഡിസ്ക് കംപ്ലൈൻ്റ് ആയി. എനിക്ക് ഈ കാല് മിനിഞ്ഞാന്ന് വരെ ഞാൻ എല്ലാ വർഷവും എൻ്റെ കാൽ അനങ്ങാതാവും, ഒട്ടും അനങ്ങാതാവും. ഒരു ഒക്ടോബർ നവംബർ മാസം ആകുമ്പോൾ ഒട്ടും അനങ്ങത്തില്ല. ഞാൻ എല്ലാ വർഷവും മരുന്ന് കുടിക്കാറുണ്ടായിരുന്നു. കാലനക്കാൻ വയ്യാതെ എഴുന്നേക്കാൻ വയ്യാതാകുമ്പോൾ ഞാൻ ഒത്തിരി വീട്ടിൽ പ്രയാസം പറഞ്ഞു മരുന്ന് വാങ്ങിച്ച് കുടിക്കുമായിരുന്നു. അതും എല്ലാ വർഷവും കുടിക്കാൻ പറ്റത്തില്ല. കിടപ്പ് എപ്പോഴാവും അപ്പോഴാണ്, അതായത് കാലൊട്ടും അനങ്ങാൻ പറ്റില്ല, ഞാൻ കിടപ്പാവുമ്പോൾ മാത്രമേ മരുന്ന് കുടിക്കുള്ളൂ. മരുന്ന് കുടിച്ച് കഴിയുമ്പോൾ 24 ദിവസത്തെ പഥ്യം കാണും. അത് കഴിയുമ്പോൾ ഞാൻ പിന്നെയും പഴയതുപോലെ ഓടി നടക്കും, എല്ലാം ചെയ്യും. അങ്ങനെയാണ്. കഴിഞ്ഞ വർഷം ഹസ്ബൻഡിനോട് ഞാൻ ആവശ്യപ്പെട്ടില്ല. അതിന് മുന്നത്തെ വർഷം ഹസ്ബൻഡിനോട് പറഞ്ഞ് മരുന്ന് കുടിച്ചു. പക്ഷെ കഴിഞ്ഞ വർഷം ഇതേപോലെ ആരംഭം, എനിക്ക് കാലിന് പ്രശ്നം ആരംഭിച്ചു വന്ന സമയത്ത് ഇനി ഞാൻ കിടന്നു പോകും. ഹസ്ബൻഡിനോട് ചോദിക്കണം, നീ നിനക്കിപ്പോൾ കുഴപ്പമില്ലല്ലോ എന്നേ പറയത്തുള്ളൂ. ഞാൻ പൈസ കൂട്ടി വെച്ച് ഞാൻ കഴിഞ്ഞ വർഷം മരുന്ന് കുടിച്ചു. ഈ വർഷവും ഓഗസ്റ്റ് സെപ്റ്റംബർ ആയ സമയം തൊട്ട് എനിക്ക് ആ കാല് വേദന വരാൻ തുടങ്ങി. ഓഗസ്റ്റ് തൊട്ടേ തുടങ്ങും, എപ്പോഴും അങ്ങനെയാണ്, ഓഗസ്റ്റ് തൊട്ടേ തുടങ്ങും. പക്ഷെ ഒക്ടോബറൊക്കെ ആകുമ്പോൾ സിവിയർ ആവും. ഒക്ടോബർ നവംബർ മാസം ആകുമ്പം സിവിയർ ആവും. ഞാൻ കരയും. എൻ്റെ വേദന, ആ വേദന കൊണ്ട് ഞാൻ പൊളഞ്ഞ് കരയും. എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പോലും പറ്റത്തില്ല. കിടക്കുന്ന സ്ഥലത്ത് കിടന്ന് ഞാൻ കരയും. അതായിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷെ മിനിഞ്ഞാന്ന് ഞാൻ ദൈവത്തോട് കരയുവാനിടയായി. ഇതുവരെയും എൻ്റെ ഈ കാലുവേദനയെക്കുറിച്ച്, എൻ്റെ ഈ രോഗത്തെക്കുറിച്ച് ഞാൻ ദൈവസന്നിധി കരഞ്ഞിട്ടില്ല. ഞാൻ പ്രയാസപ്പെട്ട് കരഞ്ഞിട്ടില്ല. ഞാൻ പക്ഷെ മിനിഞ്ഞാന്ന്, അതായത് കഴിഞ്ഞ ഫ്രൈഡേ, ഞാൻ ദൈവസന്നിധി കരയാനിടയായി. ആരും കണ്ടില്ല ഞാൻ കരയുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേദന, സഹിക്കാൻ പറ്റാത്ത വേദന. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ചർച്ചിൽ ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ള വ്യക്തികൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ദൈവദാസന്റെ ഭാര്യ രോഗിയാണെന്ന് മറ്റുള്ളവരുടെ മുമ്പേ പറയുമ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് വിശ്വാസം നഷ്ടപ്പെടത്തില്ലേ? അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കത്തില്ല. കഴിഞ്ഞ സൺഡേ അവിടെ പറയുവാനിടയായി, ഡിസ്കിന് പ്രശ്നമുള്ളവർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കിപ്പോൾ വിടുതൽ ലഭിക്കുമെന്ന്. ഞാൻ അപ്പോഴും അവിടെ ഇരിക്കുവാണ്, കാരണം എനിക്ക് എണീറ്റിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ദൈവത്തോട് അപ്പോഴും പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, അപ്പൊ എന്നെ സൗഖ്യമാക്കണമെന്ന്. ഞാൻ അപ്പോഴും അവിടെ ഇരുന്ന് വേദന കൊണ്ട് പൊളയുവാണ്. പക്ഷെ പുറത്താരത്ത് ഞാൻ കാണിക്കത്തില്ല. എൻ്റെ വേദന കടിച്ചമർത്തും. വീട്ടിൽ വന്നാൽ മാത്രമാണ് ഞാൻ ആ വേദന കരയും ഞരങ്ങും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ മിനിഞ്ഞാന്ന് രാവിലെ ഞാനിങ്ങനെ കിടന്നുകൊണ്ട് ദൈവസന്നിധിയിൽ കരയുകയുണ്ടായി. ഒരു 6-7 മണി ആ സമയത്ത് ഞാൻ ദൈവത്തോട് കരയുവാനിടയായി. ഞാൻ കരയുന്നതൊന്നും എൻ്റെ ഹസ്ബൻഡോ മക്കളോ ആരും അറിയാറില്ല. ഞാൻ കരയുവാനിടയായി. ദൈവമേ, കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് മാത്രം 15 വർഷം കൊണ്ട് ഞാൻ ഈ രോഗം അനുഭവിക്കുകയാണ്, ഈ വേദന ഞാൻ അനുഭവിക്കുകയാണ്.
എനിക്ക് ഇതിൽ നിന്നൊരു മോചനം ലഭിക്കത്തില്ലേ? അങ്ങ് വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് എൻ്റെ ഈ രോഗത്തെ എടുത്തു മാറ്റാൻ കഴിയുമല്ലോ എന്ന് ഞാൻ ദൈവത്തോട് ഉരുവി ഞാൻ ദൈവത്തോട് കരഞ്ഞു. പെട്ടെന്ന് എൻ്റെ നട്ടലിൽ ഒരു ടിക് എന്നൊരു സൗണ്ട്, ആരോ വിരല് കൊണ്ട് നട്ടലിൻ്റെ ഡിസ്കിനെ ഇങ്ങനെ തള്ളി മാറ്റുന്നത് പോലെ, അതായത് തള്ളി അകത്തോട്ട് ഡിസ്ക് ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ വെളിയിലോട്ട് ചാടി നിൽക്കുവാണ്. അങ്ങനെ 3 ഡിസ്ക് എനിക്കുണ്ട്. 3 ഡിസ്ക് തള്ളി ചാടിയാണ് നിൽക്കുന്നത്. ഇങ്ങനെ ടിക്കുന്നൊരു സൗണ്ട് കേട്ടു. ആ ടിക്കുന്നൊരു സൗണ്ട് കേട്ടു 5 സെക്കൻഡ് കഴിഞ്ഞത് എൻ്റെ കാല് വേദന എവിടെ പോയി എന്ന് എനിക്കറിയില്ല. ആ കാല് വേദന മാറുകയും അതിനുശേഷം ഇതുവരെയും ആ കാല് ഇന്നലെ ഞാൻ സുഖമായിട്ട് എനിക്ക് ഉറങ്ങാനായിട്ട് ദൈവം കൃപ ചെയ്തു. അല്ലെങ്കിൽ ഞാൻ തടകി കരഞ്ഞാണ് കിടക്കുന്നത്. ഹസ്ബൻഡ് ഉറങ്ങും, അറിയത്തില്ല. ഞാൻ പ്രയാസപ്പെടും. ആരോടും തടകാനോ ഒന്നും പറയില്ല. എൻ്റെ മോള് വീട്ടിൽ വരുമ്പം അവളോട് പറയും, അമ്മയ്ക്ക് ഇവിടെ ഒട്ടും വയ്യ മക്കളെ, ഒന്ന് തടകി തരുകയോ കൈ വെച്ച് ഇങ്ങനെ അടിക്കാൻ പറയും. അവളെ കൈ വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ ഇച്ചിരി ആശ്വാസം കിട്ടും. അങ്ങനെ ചെയ്യാൻ പറയും. അതായത് ഈ ഹിപ്പിൻ്റെ ഭാഗത്ത്, ഹിപ്പിൻ്റെ ഇവിടം തൊട്ട് താഴോട്ട് എനിക്ക് പറ്റത്തില്ല. ഹിപ്പിൻ്റെ അവിടെ അനക്കാൻ പറ്റാത്ത വേദന, സിവിയർ പെയിൻ, എന്ന് വെച്ചാൽ സിവിയർ, സഹിക്കാൻ പറ്റാത്ത വേദന. അത് ദൈവം എനിക്ക് എടുത്തു മാറ്റി. ഞാൻ മറ്റൊരിടവും എനിക്ക് ശുശ്രൂഷയോ സാക്ഷ്യമോ പറയാനുള്ള അവസരങ്ങളോ ഒന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാൻ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഞാൻ പറയുന്നത്. അതുപോലെ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നതായ ഈ സാരി എനിക്ക് ഒരു വിശ്വാസി, അതായത് ബാലരാമത്തുള്ള പൈറ്റുവിള എന്നുള്ള സ്ഥലത്തുള്ള ഒരു വലിയ നെയ്ത്തുശാലയിൽ നിന്ന് എല്ലാ വർഷവും എനിക്ക് സാരി കൊണ്ടുതരും. അതുപോലെ ഹസ്ബൻഡിന് മുണ്ടും കൊണ്ടു കൊടുക്കും. എനിക്ക് ഈ പ്രാവശ്യം അവർ 2 സാരി കൊണ്ടു തന്നു. അതിലൊന്നാണിത്. വേറൊരു സാരി ഞാൻ അതിൻ്റെ ഫോട്ടോ ഇട്ടായിരുന്നു, എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണെന്ന് പറഞ്ഞു. ഈ 2 സാരിയും എനിക്ക് അവർ ഈ വർഷം തന്ന സാരിയാണ്. എല്ലാ വർഷവും അവർ കൊണ്ടു തരാറുണ്ട്. എല്ലാ വർഷവും ഒരു സാരി കൊണ്ടു തരാറുണ്ട്. ചില വർഷങ്ങളിൽ 2 സാരി കൊണ്ടു തരാറുണ്ട്. അവർക്ക് അങ്ങനെ തോന്നുമ്പോൾ ഇന്ന കളർ സിസ്റ്ററിന് കൊടുക്കണം എന്ന് തോന്നുമ്പോൾ അവർ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പോകും. അവർക്ക് ഞാൻ ഇട്ട് കാണിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് ഞാനത് ഇട്ട് ചർച്ചയിൽ പോയി കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സിസ്റ്റർ വന്നു. സിസ്റ്ററിന് ഭയങ്കര സന്തോഷം. സിസ്റ്റർ കൈ പിടിച്ച് കൊള്ളാം സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം എനിക്ക് പറയണ്ടേ, എൻ്റെ ദൈവം എനിക്ക് ചെയ്യുന്ന നന്മകളും എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും എനിക്കും പറയാനുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ എൻ്റെ ഒരു അത്ഭുത സാക്ഷ്യമായി നിന്നത്. ദൈവം എന്നെ വിടുവിച്ചത്. അല്ലെങ്കിൽ എല്ലാ വർഷവും നല്ലൊരു എമൗണ്ട് വേണം അതിൻ്റെ മരുന്ന് കുടിക്കാനായിട്ട്. ഒരിക്കൽ ഞാൻ ഫുൾ കിടപ്പിലായപ്പോൾ 9,500 രൂപ ആ മരുന്നിന് വേണ്ടിയായി. പക്ഷെ കഴിഞ്ഞ വർഷം 4,500 രൂപയായുള്ളൂ. കാരണം വലിയ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നില്ല. എല്ലാ വർഷവും കുടിക്കുകയാണെങ്കിൽ വലിയ ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പല പ്രാവശ്യവും ചിന്തിക്കും, ആ മരുന്ന് തരുന്ന വൈദ്യൻ എന്ന് പറയുന്നത് നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ്. ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും, ഞാൻ ഒരു ദിവസം ആ വ്യക്തിയോട് തന്നെ പറഞ്ഞു, നിങ്ങൾ ആരെയും അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ, നിങ്ങളുടെ തലമുറകളൊന്നും പഠിച്ചിട്ടില്ലല്ലോ, ഇനി ഈ മരുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എവിടെ നിന്ന് ഈ മരുന്ന് മേടിക്കും എന്ന്. വേറെ ആരുമല്ല, എൻ്റെ പപ്പയുടെ ഒരു മാമനാണ്, എൻ്റെ അച്ഛൻ്റെ ഒരു മാമനാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കാൻ കാരണം. മറ്റൊരു വ്യക്തിയോട് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു അപ്പച്ചനാണ്. അപ്പച്ചനോട് ഞാൻ പറയാനിടയായി. അപ്പം പറഞ്ഞു, മക്കളെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ തലമുറകളെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ അവർക്ക് താല്പര്യമില്ല. അപ്പം അത് എൻ്റെ ഒരു വേദനയോടെയാണ്, കാരണം എല്ലാ വർഷവും എനിക്ക് കുടിക്കണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അപ്പച്ചന് ഇരിക്കുന്ന ഇരിപ്പിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മരുന്ന് പിന്നെ എവിടെ നിന്ന് കിട്ടും, ഞാൻ എവിടെ നിന്ന് പറഞ്ഞ് അന്വേഷിക്കും എന്നുള്ള
ആ ഒരു എൻ്റെ ഉള്ളിലെ വേദനയാണ്, ഉള്ളിലെ ആ പ്രയാസമാണ്. കാരണം എനിക്ക് എല്ലാ വർഷവും ഓഗസ്റ്റ് തൊട്ട് തുടങ്ങും ആ വേദന. നവംബർ ആകുമ്പം ഫുൾ കിടപ്പാകുമ്പോഴാണ് മരുന്ന് കുടിക്കുന്നത്. മരുന്ന് കുടിച്ച് 2-3 ദിവസം കഴിയുമ്പോൾ എനിക്ക് നടക്കും. അതുകൊണ്ട് ആരും സൺഡേ ഞാൻ ഇങ്ങനെ നടക്കാത്തത് ആരും കണ്ടിട്ടില്ല. പക്ഷെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 2 ദിവസം ഞാൻ സൺഡേ ആരാധനയ്ക്ക് പോയില്ല. കാരണം ഞാൻ ഫുൾ കിടപ്പായിപ്പോയി. അതായിരുന്നു എൻ്റെ അവസ്ഥ. 2022 ഞാൻ കിടപ്പായിപ്പോയി. പക്ഷെ അവിടെ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരം ഇറങ്ങി എൻ്റെ നട്ടലിലുള്ള ആ ഡിസ്കിനെ പിടിച്ചിടുകയും അതിനുശേഷം എനിക്ക് ആ പ്രയാസം വരാതെ, ഇന്നലെ ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ഒരല്പം പോലും വേദന അനുഭവിക്കാതെ എനിക്ക് ഇന്നലെ കിടന്നുറങ്ങാൻ കഴിഞ്ഞു. ഇന്നും ഞാൻ അതുകൊണ്ട് നോക്കി, എനിക്ക് വേദനയില്ല, ആ വേദന എനിക്കില്ല. അല്ലാതെ നിൽക്കുമ്പോൾ കുറേ നേരം നിൽക്കുമ്പോൾ ഉള്ള കാലിൻ്റെ താഴെയുള്ള ഒന്നീ ഉപ്പൂറ്റിയുടെ വേദന, അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടിൻ്റെ താഴെ ഇച്ചിരി വേദന, അത് സ്വാഭാവികമാണ് നിൽക്കുമ്പോൾ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ആ ഡിസ്ക് കംപ്ലൈൻറ്റ് വന്നുള്ള വേദന അറിയാൻ പറ്റുള്ളൂ. അത്ര സിവിയർ പെയിൻ ആയിരുന്നു ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്നത്. അതിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. അപ്പോൾ എനിക്കും എൻ്റെ സാക്ഷ്യം, എൻ്റെ ദൈവം, എൻ്റെ യേശു കർത്താവ് എനിക്ക് ചെയ്തു തന്ന ഈ അത്ഭുതത്തെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണ്ടേ? മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ, ദൈവം എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അത് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരില്ലേ? എനിക്ക് അവസരം ഈ എൻ്റെ സോഷ്യൽ മീഡിയയായ യൂട്യൂബ് ചാനലിലൂടെയും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ, ഫേസ്ബുക്കിലൂടെയൊക്കെ മാത്രമേ പറയാൻ പറ്റൂ. എനിക്ക് അതിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ചർച്ചിൽ എനിക്ക് യാതൊരുവിധ കാര്യങ്ങളുമില്ല, യാതൊരു അനുവാദവും ഒന്നിനുമില്ല. കാരണം അവിടെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് സാക്ഷ്യം കൊടുക്കും, അത് പുറത്തുള്ളവർക്കേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് പറയാൻ അവസരമില്ല. അപ്പോൾ എനിക്ക് പക്ഷേ എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തരുന്ന അത്ഭുതങ്ങൾ എനിക്ക് മറ്റുള്ളവരോട് പറയണമെന്നുള്ളത് എനിക്ക് വളരെ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പേ എനിക്ക് ദൈവം ചെയ്തു തന്നതായ അത്ഭുത വിടുതലിനെ കുറിച്ച് പറയുവാനിടയായി. അത് മാത്രമല്ല, ഇന്നത്തെ സൺഡേ, ഇന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷം തികഞ്ഞ ദിവസമാണ്. ഈ 25 വർഷം ജീവിച്ചതിൽ ഈ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണം വരെ മറക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവം അനുഗ്രഹിച്ചു തന്നതായ ഒരു ദിവസമാണ്. അത് എത്ര തന്നെ പറഞ്ഞാലും മതി വരികയില്ല. മരണം വരെയും എനിക്ക് മറക്കാത്ത രീതിയിലുള്ള സന്തോഷമാണ് ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറിയിൽ തന്നത്. അതും എല്ലാവരോടും ഞാൻ ഷെയർ ചെയ്യണം. ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു ഇന്ന് സൺഡേ. ഇത്രയും വർഷത്തിൽ വെച്ച് സൺഡേ വന്നു. ആ സൺഡേ അതും 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ അതൊരു വലിയ ഇതായിട്ടാണ് കാണുന്നത്. എനിക്കും ഇന്ന് ദൈവം നേരം വെളുത്ത് എഴുന്നേറ്റ് തൊട്ടേ ഭയങ്കര എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്ര സന്തോഷം നിറഞ്ഞ, അത്ര ആനന്ദം നിറഞ്ഞ ഒരു വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന്. ആരോടും പറയാൻ കഴിയില്ല, അത്രയ്ക്ക് സന്തോഷം നിറഞ്ഞ. അത് മാത്രമല്ല, മിനിഞ്ഞാന്ന് ഏതോ ഒരു സിസ്റ്റർ, ഏതോ ഒരു ബ്രദർ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൊണ്ടു കൊടുക്കുവാനിടയായി. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരെഴുതിയതായ ഒരു കേക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് മുറിക്കാനായിട്ട്. പക്ഷേ കേക്ക് കട്ടിങ്ങോ അങ്ങനെയുള്ളതൊന്നും, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമില്ല പുറത്ത് കാണിക്കാൻ. കാരണം മറ്റുള്ളവർ കാണാൻ പാടില്ല, നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങളൊന്നും ആരും കാണാൻ പാടില്ല എന്നുള്ളതാണ് പുള്ളിയുടെ. അതുകൊണ്ടാണ് അത് ഷെയർ ചെയ്യാത്തത്. എന്നാലും ഗിഫ്റ്റ് കിട്ടിയതായ ആ കേക്കിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ വർഷം ദൈവം ചെയ്ത വലിയ അത്ഭുതമാണ് ഇതൊക്കെ. അത് മാത്രമല്ല, എൻ്റെ 45ാമത്തെ
ബർത്ത്ഡേ ഞാൻ പറഞ്ഞു, ബർത്ത്ഡേ കേക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കട്ട് ചെയ്യുന്നത്. എൻ്റെ മാതാപിതാക്കൾ ആഘോഷിച്ചിട്ടില്ല എന്നല്ല, ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ അവർ കേക്ക് മുറിക്കാനോ അങ്ങനെയൊന്നും അവർ ചെയ്യത്തില്ല. എനിക്കിഷ്ടമുള്ള ഫുഡ് മേടിച്ചു തരും. അതുപോലെ എൻ്റെ അനിയത്തിയുടെ ദിവസം അനിയത്തിക്ക് ഇഷ്ടമുള്ള ഫുഡ് മേടിച്ചു കൊടുക്കും. പിന്നെ എനിക്കിഷ്ടമുള്ള പായസം ഉണ്ടാക്കി തരും. അവൾക്ക് ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കി കൊടുക്കും അവളുടെ ബർത്ത്ഡേക്ക്. അതായിരുന്നു എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ചർച്ചിൽ നേർച്ച നടന്ന് എന്തെങ്കിലും ചെയ്യും. ഇതായിരുന്നു അവരുടെ ആഘോഷം. പക്ഷേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ദിവസമെങ്കിലും എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണം. അതിനും ഈ വർഷം ദൈവം എനിക്ക് അനുഗ്രഹിച്ചു തന്നു. ഇങ്ങനെയൊക്കെ വലിയ വലിയ അത്ഭുതങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഈ വർഷം ദൈവം എനിക്ക് ചെയ്തു തന്നത്. അപ്പോൾ അത് നിങ്ങളുമൊത്ത് ഷെയർ ചെയ്യുന്നത്, ദൈവം എനിക്ക് ചെയ്തു തന്ന ഈ നന്മകളെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. ദൈവം എനിക്ക് നൽകിയതായ അനുഗ്രഹങ്ങൾ, നന്മകൾ, വിടുതലുകൾ ഒക്കെ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളുമായി ഷെയർ ചെയ്യുന്നത് എനിക്ക് വളരെയധികം സന്തോഷമായതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുവാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് എന്നെ അനുഗ്രഹിച്ച ദൈവം, എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും വിടുവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.